മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. രാവിലെ തന്നെ കുക്കിങ്ങിന് കയറിയിരിക്കുകയാണ് ജിഷിനും നെവീനുമൊക്കെ. അപ്പോൾ നമ്മുടെ നെവീൻ ജിഷിനോട് പറയുന്നത്, ഷാനവാസിനെ ഒരിക്കലും കാണരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ഷാനവാസ്. അതിപ്പോൾ ആര് പറഞ്ഞാലും, ലാലേട്ടൻ പറഞ്ഞാൽ പോലും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നിറങ്ങിയാൽ ഇനി ഞാൻ ഷാനവാസ് എന്ന വ്യക്തിനെ കാണില്ല. ഇതെല്ലാം നമ്മുടെ ജിഷിൻ ചിരിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം നെവീനും അറിയാം ജിഷിൻ ഷാനവാസിൻ്റെ ഗ്രൂപ്പാണെന്ന്, ഷാനവാസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും. ചിലപ്പോൾ ഷാനവാസിനോട് പോയി പറയാൻ വേണ്ടി തന്നെയാവാം നെവീൻ ജിഷിനോട് ഇങ്ങനെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ റെന അങ്ങോട്ട് വരുന്നു. കാരണം റെനയും ഷാനവാസും ഇന്ന് ജയിൽ ടാസ്ക് ചെയ്യേണ്ട സമയമാണല്ലോ. അപ്പോൾ നെവീൻ റെനയോട് പറയുന്നത്, ജയിലിൽ പോവുക, ശിക്ഷ എന്താണെന്ന് നോക്കുക, അത് ചെയ്യുക, വരിക, അല്ലാതെ കൂടെയുള്ള ആളുടെ കൂടി ചീത്തയാവരുത്. പോയി തിരിച്ചു വരുമ്പോൾ നന്നായി വേണം വരാൻ, നശിക്കരുത്. നെവീന് ഷാനവാസിനോട് ദേഷ്യമാവാം. കാരണം ഷാനവാസ് അത്തരത്തിലുള്ളൊരു അലിഗേഷനാണ് നെവീനെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ ആ ആരോപണത്തിൽ തഴമ്പില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നെവീൻ കുറച്ച് എക്സ്പ്രസീവാണ്. ചിലപ്പോൾ മനസ്സിലൊന്നും വിചാരിക്കാതെ ആവാം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നെവീൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട്. വന്ന സമയത്ത് അനുമോള് പറഞ്ഞിട്ടുണ്ട്, നെവീൻ എൻ്റെ കട്ടിൽ വന്ന് കിടന്ന സമയത്ത് ഞാൻ പേടിച്ചു പോയെന്ന്. അതുപോലെ തന്നെ ഈ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ജിസേലിനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിക്കുന്നതൊക്കെ വലിയ പ്രശ്നമായി അക്ബർ പറഞ്ഞിരുന്നു. ആ സമയത്തൊക്കെ അക്ബറിൻ്റെ കണ്ണിനാണ് പ്രശ്നം, അക്ബർ കാണുന്ന രീതിയുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കിയതാണ്. നെവീൻ ഒരു ശുദ്ധനാവാൻ നെവീൻ്റെ മനസ്സിൽ കള്ളത്തരമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഷാനവാസിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഷാനവാസ് അതുകൊണ്ട് അത് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് നെവീനെ ബെഡിൽ നിന്ന് മാറ്റിയതും. എന്നാൽ ഷാനവാസ് പറഞ്ഞത് വളച്ചൊടിച്ച് ഇത്രയും വലിയ പ്രശ്നമാക്കിയത് ആദിലയാണ്. എന്നാൽ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയതും പഞ്ഞിക്കിട്ടതും നമ്മുടെ ഷാനവാസിനെ. എന്നാൽ ഇന്നലെ ബിന്നി നമ്മുടെ ആദിലയുടെ ഡബിൾ സ്റ്റാൻഡൊക്കെ പൊളിച്ചടുക്കി കൈ കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് നമ്മുടെ അനീഷ് കൂടെ നിന്നിട്ടോ. ഷാനവാസ് പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിച്ച് തൻ്റെ ഉറ്റ സുഹൃത്തിനൊരു ദുരാനുഭവം ഉണ്ടായ ഞാൻ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് ഇത്രയും പേരെയും എതിർത്ത് ഷാനവാസിൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് അനീഷ്. നെവീൻ അറിഞ്ഞുകൊണ്ട് താൻ ചെയ്ത തെറ്റ് മറച്ചു വെക്കുന്നതാണോ, അല്ലെങ്കിൽ നെവീൻ അത് തെറ്റാണെന്ന് ഇതുവരെ മനസ്സിലായില്ലേ, എന്താണെന്ന് അറിയില്ല. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഇതിലൊരു തീർപ്പ് കൽപ്പിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം, അങ്ങനെ വിശ്വസിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.